വിഴിഞ്ഞം തുറമുഖം വികസന കുതിപ്പിലേക്ക്. കേരളത്തിൻ്റെ ഈ വികസന മാതൃക അന്താരാഷ്ട്ര സമൂഹത്തിനു മുൻപിൽ അഭിമാനത്തോടെ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നായി മാറി. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് കഴിഞ്ഞ 10 മാസത്തെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തുറമുഖ വകുപ്പ് മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ഒരു വിജയഗാഥയുടെ തുടക്കമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളെല്ലാം വിശദമാക്കിയത്. 10 മാസം കൊണ്ട് എത്തേണ്ടുന്ന ടാർഗറ്റ് 10 ലക്ഷം കണ്ടെയ്നറുകൾ എന്നുള്ള ടാർഗറ്റ് 8 മാസം കൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖം സാധ്യമാക്കിയിരിക്കുന്നു. ഏതാണ്ട് 12 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ലോക മാരിടൈം മേഖലയിൽ ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വിജയ തുടക്കമാണ്, ഒരു വിജയ കുതിപ്പാണ്. ഈ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികൾ 21 രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് ബ്ലൂ ടൈറ്റ്സ് എന്ന കോൺക്ലേവിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ അഭിമാനപൂർവ്വം അവർ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ നിറഞ്ഞ കണ്ടെയ്നറുകളും അതുപോലെ തന്നെ സംവിധാനങ്ങളും എല്ലാം അത്ഭുത പരതന്ത്രരാക്കി എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ ഇത്തരമൊരു വികസന മാതൃക ലോകരാജ്യങ്ങൾക്കിടയിൽ മാരിടൈം മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഴിഞ്ഞത്തിൻ്റെ ഈ വിജയക്കുതിപ്പ് തുടരുമ്പോൾ തന്നെ പ്രദേശവാസികൾക്കും അതുപോലെ പൊതുസമൂഹത്തിനും തൊഴിലും സാധ്യതകളുമൊക്കെ തുറക്കുന്ന തരത്തിൽ വിപുലീകരണം വരുന്നത് അടുത്ത ഘട്ടത്തിലായിരിക്കും എന്നാണ് സൂചന. കാരണം ഇപ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുകയും ആ കണ്ടെയ്നറുകൾ മറ്റു കപ്പലുകളിലേക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. അപ്പം ഇത് എക്സ്പോർട്ടിങ്ങും അതുപോലത്തെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത് പൊതുസമൂഹത്തിനാകെ ഈ തുറമുഖം കൊണ്ട് ഒരു വലിയ നേട്ടം ഉണ്ടാകുവാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള ഒരു പരാതി, ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഇപ്പോൾ പറയുന്നത് ഈ MSC കപ്പൽ കമ്പനിയുടെ കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്തെ 740 മീറ്റർ യാർഡിൽ ഇറക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത് ഭൂരിഭാഗവും ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് ഒരു കപ്പൽ കമ്പനികളുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ട്. എന്ന് വെച്ചാൽ സിംഗപ്പൂരിലും ദുബായിലും ശ്രീലങ്കയിലും ഒക്കെയുള്ള MSC ഷിപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നറുകൾ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെക്കുന്നു എന്നുള്ളൊരു പരാതി ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭിക്കുകയും ഒരു വരുമാന മാർഗമാവുകയും പ്രദേശത്തും അതിനോടനുബന്ധമായിട്ടുള്ള അപ്പോൾ അത്തരം വികസനം വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ്. ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി ഇതൊക്കെ ശരിയായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവർ വിഭാവനം ചെയ്യുന്ന വലിയൊരു വികസനത്തിൻ്റെ ഒരു സാധ്യതകൾ ഇവിടെ തുറക്കും. ഇപ്പോൾ കണ്ടെയ്നറുകൾ നിറഞ്ഞിരിക്കുന്നു. ഈ വിഴിഞ്ഞം 1-ാം ഘട്ടം ഉള്ള തുറമുഖത്തിൻ്റെ യാർഡിൽ നിറയെ അതും MSC കമ്പനിയുടെ മാത്രം കണ്ടെയ്നറുകളാണ്. അപ്പോൾ അടുത്ത ഘട്ടം വികസനം വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ റെയിൽ റോഡ് കണക്ടിവിറ്റിയും ഇൻഫ്രാസ്ട്രക്ചർ വികസനവും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ത്വരിതഗതിയിൽ തന്നെ ജനങ്ങൾക്ക് വളരെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന തൊഴിൽപരമായും വാണിജ്യപരമായും ഒക്കെയുള്ള ചരക്ക് നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് ഒരു വലിയ നമ്മളുടെ ഭാവനയിലുള്ള എല്ലാ വികസനവും വിഴിഞ്ഞത്ത് വന്നു ചേരുമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. കാരണം അതിൻ്റെ ഒരു തുടക്കമാണല്ലോ. ഈ തുടക്കം ഇത്ര വിപുലീകൃതമായി നടപ്പിലാക്കാൻ, അതായത് ഈ കണ്ടെയ്നർ നീക്കം ഇത്രയും ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ആദ്യഘട്ടത്തിൽ തന്നെ കാണിച്ചിരിക്കുമ്പോൾ അതൊരു വലിയ മാതൃകയാണ്. ഏതാണ്ട് 460 കപ്പലുകൾ വന്നിരിക്കുന്നു. അതിൽ തന്നെ 24 കൂറ്റൻ കപ്പലുകളാണ്. ആ കൂറ്റൻ കപ്പലുകൾ അനായാസം ഇവിടെ വന്നടുക്കുകയും അതിൻ്റെ കണ്ടെയ്നറുകൾ ഇറക്കുകയും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പം അത് ഒരു വലിയ നേട്ടമായി മാരിടൈം രംഗത്തും തുറമുഖങ്ങളുടെ മേഖലയിലുമൊക്കെ വിഴിഞ്ഞത്തിൻ്റെ സ്ഥാനം ഏറ്റവും മുകളിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്.